ഇന്ന് നമ്മൾ ഒരു എഗ് സാൻഡ്വിച്ച് ആണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില വളരെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒറിഗാനോ ആണ്. ഈ ഒരു ഒറിഗാനോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ കുറച്ച് ഒറിഗാനോ കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫോർക്ക് വെച്ച് മുട്ട ഞാനിവിടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരൊറ്റ സ്ലൈസ് ബ്രെഡിലാണ് നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് 2 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബട്ടർ ഇല്ലെങ്കിൽ ഇതിന് പകരം നെയ്യ് ചേർത്താലും മതി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ചേർത്താലും മതി. ബട്ടർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ മുട്ട ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിലേക്ക് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 പീസ് ബ്രെഡും ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയിട്ട് തിരിച്ച് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിൽ കൂടി കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മുട്ട ഒന്ന് വെന്ത് വരണം. ഇപ്പം മുട്ട ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു 4 സൈഡും ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 സൈഡ് നന്നായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ മടക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. കുറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് പകുതിയാക്കിയിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചീസ് 2 ഭാഗത്താക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.